കുറേശ്ശെ പല സ്ഥലത്തായിട്ട്. പൊന്നെ അടിപൊളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബക്കറ്റ് ചിക്കൻ്റെ ഒറിജിനൽ വേർഷൻ, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ബക്കറ്റ് ചിക്കൻ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതല്ല, അതിൻ്റെ ശരിയായ രീതിയിലൂടെ കറക്റ്റായിട്ട് ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം നമ്മൾക്കൊരു കുഴി എടുക്കണം. ഒരു 6 അടി നീളത്തിലും അതുപോലെ തന്നെ ഒരു 3 അടി വീതിയിലും ഒരു കുഴി വേണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല അടിപൊളി സംഭവമാണ്. എന്നാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും. അപ്പോൾ നമുക്ക് കുഴി ഇത്ര ആഴം മതി. ഇത് നമുക്ക് ഇതിൽ കുറച്ച് കുറ്റി അടിക്കലും പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം മതി അല്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുറ്റി അടിച്ചു കൊടുക്കണം. നമുക്ക് ചിക്കൻ അതിന് മുകളിൽ നിർത്താനാണ്. അടിക്ക്. നമുക്ക് ഈ കോഴി നല്ലോണം കഴുകിയെടുക്കാം. ഇത് നമ്മൾ തൊലി കളയാതെയാണ് ഈ കോഴി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തൊലി കളയാതെ തന്നെ വേണം. നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കനിൽ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. പക്ഷെ ഇത് തൊലി കളയാണ്ടാണിത് ഒറിജിനലായിട്ട് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഇനി 1-2 തവണ കൂടെ കഴുകണം. നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കോഴി നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ക്രഷ് ചെയ്ത വറമുളക്, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. അതൊന്ന് പരത്തിയിട്ട് ഒരു 3-4 നാരങ്ങ പിഴിയണം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് മസാല ഉണ്ട്, കാരണം നമ്മൾ കോഴിൻ്റെ തൊലി കളയാത്തതുകൊണ്ട് കുറച്ച് മസാല തേച്ചാൽ മതി. ഇച്ചിരി ഉപ്പൊക്കെ ഇത്തിരി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉപ്പൊക്കെ പിടിക്കും ഇറച്ചിൽ. അങ്ങനെ നമ്മുടെ മസാല റെഡിയായിട്ട് നമുക്ക് ഓരോരോ കോഴിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനുണ്ട്. ലൈനൊന്നും ഇട്ടിട്ടില്ല. ഇതങ്ങനെ തൊലിയോടത് ഉരുകിയത് ശരിയാണ്. അതിൽ നെയ്യും കൊഴുപ്പൊക്കെ കൂടി ഉരുകി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ശരിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരല്പം മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ ശരിക്കും ഉള്ളിലൊക്കെ പിടിക്കണം. ഇതിന് ഒരുപാട് വേണ്ടതിൽ ഇത്ര മതി, ലൈറ്റായിട്ട് മതി. ഇതിവിടെ ഇരിക്കട്ടെ. ശരിക്കത് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. എങ്കിലേ ഈ മസാല കറക്റ്റായിട്ട് കോഴിയിൽ പിടിക്കുള്ളൂ. നമ്മൾ വരയിട്ടില്ലല്ലോ, വരയിട്ടതാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതിനകത്തിടാം. അപ്പോൾ ആ മീറ്റിലൊക്കെ നല്ല മണം ഉണ്ടാവും. കുറേ ഇഷ്ടമാണ്, അല്പം പുട്ടാണ് എല്ലാത്തിനും എടുക്കട്ടെ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമുക്കിതിൽ ഇല വിരിച്ച് കൊടുക്കാം. സംഗതി നമ്മുടെ കോഴി അതിൽ മുട്ടാത്ത രീതിയിൽ മണ്ണിലില്ലെങ്കിൽ മുട്ടാനുള്ള സാധ്യതയുണ്ട്.
നമുക്ക് കോഴി ഇതിൽ ഓരോന്നായിട്ട് മാട്ടി വിടാം. അവിടെ ഇരിക്കട്ടെ. ഇതിൽ ഒരു ബാമ്പൂ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൈയൊന്നും ഇളകാതെ അവിടെ നിൽക്കും. അതുപോലെ കാലിലും ഓരോന്ന് കുത്തി കൊടുക്കാം നമുക്ക്. ഇതാണ് ഇനി ഈ കാലെവിടെയും പോവില്ല, കൈ എവിടെയും പോവില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പാട്ട നമ്മൾ കവുത്തി കൊടുക്കാൻ വേണ്ടി പോകണം. ഇതിനകത്ത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ മെയിൻ പണി, വൈക്കോൽ ഇടുക. ഇതിനകത്ത് കുറേശ്ശെ വൈക്കോൽ ഇട്ട് കൊടുക്കുക. ഈ ഗ്യാപ്പിലൊക്കെ പതുക്കെ, ഒരുപാട് തിരക്കാതെ ഇങ്ങനെ ഇറക്കി കൊടുക്കണം. ഇത് പതുക്കെ പതുക്കെ ചുട്ടെടുക്കുന്നതാണ് ഇതിൻ്റെ സംഭവം. ഇത്ര മതി. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഇത് 2-3 തവണ അതുപോലെ കത്തിച്ചെടുക്കാണ്ട് നമുക്ക് കത്തിച്ചു വിടാം. കുറേശ്ശെ പല സ്ഥലത്തായിട്ട് കത്തിച്ചു വിടാം. ഓക്കെ, പിടിക്കട്ടത്. ഇത് കത്തി അമരുമ്പോഴാണ് ഭയങ്കര ചൂടാണ്ടത്. ഇത് കത്തി അമരണം. അപ്പോൾ ഇതിൻ്റെ കനൽ എങ്ങനെ സൈഡ് കിടക്കും. അങ്ങനെയാണ് നമ്മളിതിനെ ചുട്ടെടുക്കുന്നത്. ഉള്ളിൽ ഇനി കത്തി കഴിഞ്ഞിട്ടില്ല. ഉള്ളിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കത്തി 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 കനൽ ഉള്ളിലേക്ക് ഇറങ്ങും. അപ്പോൾ ശരിക്കും പാട്ട ചൂടായി നല്ല അടിപൊളി സംഭവം കറക്റ്റായി പോകും. പിന്നെ ഉള്ളിൽ കണ്ട നല്ല നാളമുണ്ട് ഇതിൻ്റെ. ആ സംഭവമാണ് ശരിക്കും ഇത് വേഗം സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ കത്തി കഴിഞ്ഞു. ഇതിൻ്റെ കനൽ ഇനിയും പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ അടിയിൽ വൈക്കോല് ഭയങ്കര സംഭവമാണ്. ഇനി അടുത്ത നമുക്ക് വൈക്കോല് ഒന്നുകൂടെ നിരത്തിയിട്ട് ഒന്നുകൂടെ കത്തിക്കാം. നമ്മുടെ അപ്പളെ കത്തി കെട്ടിട്ടില്ലേ, കുറേശ്ശെ തീയുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമ്മളൊന്ന് തീ കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാരണം നമ്മളിതൊരു 15 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ചത്. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു കത്തികൾ കത്തിച്ചാണ്ട് ഒരു 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് എടുക്കാം. ലേറ്റർ വേണ്ട.
മൂന്നാമത്തെ സെക്ഷൻ തീ കത്തി കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ആ ചൂട് ശരിക്കും കിട്ടാനാണ് നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണത്. ഉള്ളൊക്കെ നല്ലോണം വേവാനായിട്ട്. ഇനി നമുക്ക് ചാരമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഓരോ പാട്ടേത് തുറന്ന് നോക്കാം. പൊന്നെ അടിപൊളി അല്ലേ, സംഭവം അടിപൊളി. ആഹാ, പൊളിച്ചു സംഗതി. അടിപൊളി സംഭവം. നമുക്കിനെ ഒരു കയറ് ഇതുപോലെ ഇട്ടിട്ട് ഇത് മെല്ലെ പൊക്കിയെടുക്കാം. എന്താ അതിന് നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി ഒറ്റണം. കയറിടുമ്പോൾ തന്നെ ഇതാ വെന്തതിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് സംഭവം. ഇത് മൊത്തമായിട്ട് നമുക്ക് എന്തായാലും തിന്നാൻ പറ്റുന്നതില്ല. അതൊരു പീസ് എടുക്കാം. എന്നിട്ട് നമ്മുടെ മുളക് ചട്നി. സൂപ്പറാണ്, പൊളി, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, പൊടിച്ചത് പൊളി സാധനം. ഇതിൽ മുക്കി നോക്കി സാധനത്തിന്, ഇതിൽ മുക്കിയാ അതിൽ മുക്കി. ഒന്നും പറയണ്ടല്ല, അടിപൊളി. ഇത് ശരിക്കും മസാലയും തേക്കാതെയാണ് തായ്ലാൻഡ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ സ്റ്റൈലിലേക്ക് കുറച്ച് മസാല തേച്ചു. സംഗതി എന്തായാലും അടിപൊളി ഉണ്ടാ, നല്ല സൂപ്പറായിട്ടാ. ഇനി വേകാനൊന്നും ഇല്ലതാ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി മയണൈസിൽ നമുക്ക് അടിച്ച് നോക്കാം. പൊളി, പൊളി പറഞ്ഞാൽ പൊളി, ഒരു രക്ഷയില്ല, അടിപൊളി സംഭവം. അപ്പോൾ നമ്മൾ 10 ചിക്കനാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ 3 എടുത്തിട്ടുള്ളൂ. ഇനി 7 ചിക്കൻ നമ്മുടെ പിള്ളേർക്ക് പാർസലാക്കി കൊടുക്കാനേ. അപ്പോൾ നമ്മൾ ആളെയൊന്നും കൂട്ടിയിട്ടില്ല, ഞങ്ങൾ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ആളെ വിളിക്കണമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ നമ്മൾ പാർസലാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. സംഭവം നമുക്ക് ബ്രിക്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ പാട്ടം വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ബ്രിക്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴി എടുത്തിട്ട്, കുഴി എന്തിനാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചൂട് അതിനോട് പോകാതിരിക്കാനാണ്, ചൂട് കറക്റ്റ് അതിൽ കിട്ടാൻ വേണ്ടിയാണ്. ഒരു 15 മിനിറ്റ് വെച്ച് ഒരു 3 പ്രാവശ്യം കത്തിച്ചു. പക്ഷേ 1 മണിക്കൂർ, മൊത്തം 1 മണിക്കൂർ പരിപാടി. അതുപോലെ മസാല പിടിക്കുക 1 മണിക്കൂർ. എന്തായാലും സംഗതി പൊളിയാണ്, അടിപൊളിയാണ്. മസാല ഇല്ലാതെയാണ് തായ്ലാൻഡിൻ്റെ മോഡൽ, പക്ഷേ നമ്മൾ മസാലയ്ക്ക് ചേർത്ത് മാത്രം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ അഴിച്ചിട്ടില്ല, കോലൊന്നും വേണ്ട, സംഗതിയൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ വെള്ളയായിരിക്കുള്ളൂ, കാരണം നമ്മൾ ഉള്ളിൽ മസാല വെച്ചിട്ടില്ല. ഇതിൽ തൊലിയാണ് ഭയങ്കര ടേസ്റ്റ്. ആ തൊലി പൊളി. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീണ്ടും കാണാം. ബൈ.